മെഡിക്കൽ കോഡിങ്ങിൽ പ്രധാനമായിട്ടും 4 സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് മെഡിക്കൽ ടെർമിനോളജി ആൻഡ് അനാറ്റമി, രണ്ടാമതായിട്ട് വരുന്നത് ICD കോഡിംഗ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ കോഡ്സ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനകത്താണ് നമ്മൾ ഡിസീസസ് എല്ലാം കോഡ് ചെയ്യാൻ പഠിക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് CPT കോഡിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ സർജറീസ് കോഡ് ചെയ്യാനാണ് പഠിക്കുന്നത്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് ഈ കോഡ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് HCPCS എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ്, അതേപോലെ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്. ഏതൊരു സബ്ജക്റ്റിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ 3 years ഡിപ്ലോമയോ കഴിഞ്ഞ ഒരാൾക്ക് മെഡിക്കൽ കോഡിംഗ് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഫുള്ളി ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല വരുന്നത്. നമ്മൾ കോഡ്സ് യൂസ് ചെയ്തിട്ട് പേഷ്യൻസിൻ്റെ കേസ് ഷീറ്റ് വായിച്ച് അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാംസ് ആണെങ്കിലും ഓപ്പൺ ബുക്ക് എക്സാം ആണ് വരുന്നത്.